ഞങ്ങൾക്ക് വീട്ടിലുള്ള ആൾക്കാർക്കൊക്കെ പോകുമ്പോൾ ഇത് കടന്നിട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് കുഴിയായിട്ട് തന്നെ കുറച്ചു കാലമായി ഇവിടെ. എനിക്ക് 2 ആഴ്ച മുമ്പ് ഒരു വയസ്സായിട്ടുള്ള ആള് നടക്കാൻ പോകുന്ന ഒരാള് വീഴുകയും ആസ്പത്രി കൊണ്ടുപോകുന്ന കാര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ സംഭവം കൂടി ഉണ്ടായി ഇതിനിടയിൽ. ഈ കുഴി അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെയാണ് ഈ വെള്ളത്തിന്റെ പ്രശ്നം. ഈ മലിനജലം റോഡിൽ കൂടി തന്നെ വന്ന്, അതായത് എല്ലാവരും കണ്ടോട്ടെ എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങള്. മുമ്പ് അടിയിൽ കൂടിയായിരുന്നു. അങ്ങനെ വന്ന് നമുക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അതിന് എത്രയും വേഗം ഒരു പരിഹാരം നമ്മൾ ഉണ്ടാക്കിയേ മതിയാവുള്ളൂ. 3-4 മാസം മുന്നേ ഈ TNT കട ഹൈവേയുടെ ലെഫ്റ്റ് സൈഡില് ഹോട്ടല്, അതായത് നമ്മള് ചാലക്കുടിയിൽ നിന്ന് കൊച്ചി പോകുമ്പോ ലെഫ്റ്റ് സൈഡിലാണ് കാണാം, ഓവർബ്രിഡ്ജിന്റെ ലെഫ്റ്റ് സൈഡ്. 4 മാസം മുന്നേ ഇതുപോലെ കാനകുടി വെള്ളം വിട്ടിട്ട് നമ്മുടെ പാർസൽ റോഡിലേക്ക് വെള്ളം വന്നിരുന്നു. അപ്പോൾ നമ്മള് 2-3 പ്രാവശ്യം അവരെ അടുത്ത് പോയി സംസാരിച്ചു. അതിനുശേഷം മുനിസിപ്പാലിറ്റി കംപ്ലൈന്റ് കൊടുത്തു. അതിനുശേഷം ഒരു വ്യവസായിയല്ലേ, ഒരു ബിസിനസ് ചാലക്കുടി നടന്നു പോട്ടെ, നല്ല രീതിയിൽ നടന്നു പോട്ടെ വെച്ചിട്ട് അതിന് മുതലാളിയുടെ നമ്പർ മേടിച്ച് നമ്മൾ സംസാരിക്കേണ്ടായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളുടെ വീട് മലപ്പുറത്താണ്, നിങ്ങളവിടെ ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം വിട്ടാൽ നിങ്ങൾ സമ്മതിക്കുമോ? അത്രേ ഞാൻ പറഞ്ഞോളൂ. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ 2 ദിവസം കൊണ്ട് ആ പരിപാടി അവിടെ അവസാനിപ്പിച്ചു. പിന്നെ അതിന് ശേഷം ഈ വെള്ളം ഞങ്ങളുടെ പാർസലുകളിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം വെള്ളം അവിടെ നിന്ന് തന്നെയാണ്, അതിൻ്റെ സോഴ്സ് അവിടെ നിന്ന് തന്നെയാണ് മനസ്സിലാക്കി, തീർത്തും അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റി. വീണ്ടും ഈ പരിപാടി, ഇന്നലെ ചെയ്ത പരിപാടി തീർത്തും മോശമാണ്. നമ്മള് ഫസ്റ്റ് നല്ല റോട്ടി കൂടി വിടുന്നു. ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞ കാനകൂടി വിടുന്ന പറഞ്ഞുകൊണ്ട് ഇപ്പൊ ആള് അതനുസരിച്ചിട്ടുണ്ട്. ഇപ്പൊ റോട്ടി കൂടി ആക്കി. എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടിയിൽ വിവിധങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഹോട്ടലുകൾ. ഈ ചാലക്കുടിയിൽ ഹോട്ടലുകൾ വന്ന് നടത്തുന്ന ഉടമകൾ മുഴുവൻ ചാലക്കുടിക്കാരാണെന്ന് ചോദിച്ചാൽ അല്ല, ചാലക്കുടിക്ക് പുറത്തുനിന്ന് വന്ന് നടത്തുന്ന ആളുകളാണ്. സമീപ പഞ്ചായത്തുകളിലെയും എന്തിനേറെ പറയുന്നു, മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരെ വന്ന് ഹോട്ടലുകൾ നടത്തുന്ന ആളുകളുണ്ട്. പക്ഷേ ആരും മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ തങ്ങളുടെ സ്ഥാപനങ്ങൾ മാറ്റി തീർക്കുന്ന ഒരു പ്രവണത കാണാറില്ല. ഇനി ഏതെങ്കിലും സ്ഥാപനങ്ങൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് കൂട്ടിപ്പോയിണ്ടാവും. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ KSRTC സ്റ്റാൻഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഒരു വീനസ് ഹോട്ടൽ ഉണ്ടായി. എന്തായിരുന്നു വീനസ് ഹോട്ടലിൻ്റെ പ്രശ്നം? സ്ഥിരമായിട്ട് അവിടെ നിന്ന് ഉള്ള വേസ്റ്റ് വെള്ളം മുഴുവനും തൊട്ടപ്പുറത്തെ ഹൗസിംഗ് കോളനിയിലെ തോട്ടിക്കൂടെ ഒഴുക്കി വിടാം. അന്ന് അവിടുത്തെ കൗൺസിലറായിട്ട് VJ ജോജി എന്ന് പറയുന്ന കൗൺസിലർ പലവട്ടം ഇതുമായി ബന്ധപ്പെട്ട് അവരുമായിട്ട് സംഭാഷണം നടത്തി, അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ഒരു പ്രശ്നമൊന്നും അവർ അനുസ്യൂതമായിട്ട് ഒഴുക്കൽ തുടർന്നു. അവസാനമാണ് മുനിസിപ്പാലിറ്റി ഇടപെട്ട് അവരോട് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആക്കാനും അതിനെ തുടർന്ന് അവരവിടെ നിന്ന് കൂട്ടി പോകുന്നു. ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്താണെന്നറിയോ? നമ്മുടെ ചാലക്കുടിയിൽ സൗത്ത് ജംഗ്ഷനിൽ നമ്മുടെ ആ ഹൈവേയിലേക്കൊക്കെ കയറുന്ന സർവീസ് റോഡ്, തെക്കോട്ടുള്ള സർവീസ് റോഡ്, ആ സർവീസ് റോഡിൻ്റെ അവിടെ ഒരു പുതിയ ഹോട്ടൽ വന്നിട്ടുണ്ട്. എന്താ TNT എന്നൊക്കെ പറയുന്ന ഒരു ഹോട്ടലാണ്. ആ ഹോട്ടൽ വളരെ നല്ല രീതിയിൽ ചാലക്കുടിക്കാരുടെയും സമീപ പ്രദേശങ്ങളൊക്കെ തന്നെ സ്വീകാര്യത ഏറ്റുവാങ്ങി. ആ ഹോട്ടൽ എന്ന് വെച്ചാൽ നല്ല ഭക്ഷണമാണ് അവിടെ കൊടുക്കുന്നത്. അതിനൊന്നും യാതൊരു എതിർപ്പോ മറ്റു സംഭവങ്ങളോ ഒന്നും ആരും പറയണ കേട്ടിട്ടില്ല. അവർ നല്ല രീതിയിൽ വ്യാപാരം ചെയ്യുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടുത്തെ ഈ വേസ്റ്റ് വെള്ളം അത് എല്ലാവരുടെയും മുന്നിൽ കൂടെ ഒഴുക്കി എല്ലാവരും അതിന്റെ സ്മെല്ല് ശ്വസിക്കണം, അതിന്റെ ദുർഗന്ധം ശ്വസിക്കണം, എന്നാലേ ഞങ്ങളുടെ വ്യാപാരത്തിന് പൂർണ്ണത വരുള്ളൂ എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ സ്ഥാപനത്തിൽ നിന്ന് ആദ്യം കാനവഴി, അതിന്റെ മുന്നിൽ കൂടെ പോകുന്ന കാനവഴി ഒരു വേസ്റ്റ് ഒഴുക്കി, അത് വല്ലാത്ത ദുർഗന്ധ സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള കടക്കാരൊക്കെ അവരോട് പരാതിപ്പെട്ടതിനെ തുടർന്ന് പിന്നെ പരിപാടി നിർത്തി. പിന്നെ ചെയ്യുന്ന പരിപാടി വെച്ചിട്ടുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ ഇവർ പുലർക്കാലങ്ങൾ അവിടെയൊക്കെ സമയങ്ങളിൽ ഈ വേസ്റ്റ് വെള്ളം നേരെ ഈ ഹൈവേ കോട, ഈ സർവീസ് റോഡിന്റെ ഓരം പിടിച്ച് വിടാണ്. അപ്പൊ അത് ആ വെള്ളം വന്ന് ചേർന്ന് എവിടെ അറിയോ? നമ്മുടെ തിരുമുൽപ്പാട് റോഡിന്റെ തിരുമുൽപ്പാടിന്റെ വീട്ടിലേക്ക് തിരിയുന്ന ആ റോഡിന്റെ ഭാഗത്ത് ഫ്രണ്ടിൽ അവിടെ വന്നൊരു കുഴിയിൽ വന്നറിയാം. ആ ഒരു കുഴി ഉണ്ടാക്കി കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ആ കുഴി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. അതാരും നോക്കുന്നില്ല. ഇപ്പൊ അവിടെ വന്ന് ഈ വെള്ളം മുഴുവൻ കിടക്കുക രൂക്ഷമായി വേണം. അവിടെ ഒരു ഫ്രൂട്ട്സ് കടയുണ്ട്, തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അവിടെ ചെന്ന് ഈ ദുർഗന്ധം മൂലം ആ കടകളിലേക്ക് കയറില്ല. അപ്പൊ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് എല്ലാവരും വരണം, ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് എല്ലാ ഭക്ഷണം കഴിക്കണം, എന്നിട്ട് ഞങ്ങളുടെ സ്ഥാപനത്തിലുള്ള വേസ്റ്റ് അപ്പുറത്തവന്റെയും മറ്റവന്റെയും ഒക്കെ വീടിന്റെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി അവനൊരു കച്ചവടം നടക്കരുത്, ഒരു സംഗതി ചെയ്യരുത്. ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. ഇന്ന് കാലത്ത് ഇതേ രീതിയിലൊരു സംഭവം ഉണ്ടായി. ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ കണ്ടത് ഇതേ മാലിന്യവെള്ളം അവിടെ കെട്ടിക്കിടക്കണം. മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ആൾക്കാരൊക്കെ തന്നെ ഇത്തവണയും പ്രതികരിച്ചു. ഞാൻ പറയുന്നത് ചാലക്കുടിയുടെ ഒരു സംസ്കാരമുണ്ട്. ചാലക്കുടി നാട് എന്ന് പറയുന്നത് ചങ്ങാതിമാരുടെ നാടാണ്. എല്ലാവരെയും സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ നാടിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. മാനവികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്കാരമുള്ള നാടാണ് ചാലക്കുടി. നിങ്ങൾ ഏത് വ്യാപാര സ്ഥാപനങ്ങളും വന്നോളൂ, കൈനീട്ടി സ്വീകരിക്കും. അതിലൊരു പ്രാദേശികവാദം ഒരു സംഭവമില്ല. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കൊലതായ്മ മുഴുവൻ ചാലക്കുടിക്കാരെ അനുഭവിക്കണം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തും പറഞ്ഞു വെച്ചിട്ടില്ല. തീർച്ചയായിട്ടും തദ്ദേശഭരണ സംവിധാനങ്ങൾ ഇതിൽ ഇടപെടണം. കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളും മറ്റു സംവിധാനങ്ങളും നൽകി ഈ വിഷയത്തിൽ ഇടപെടണം. അവിടെ ഈ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല, ആ റോഡിലൂടെ പോകുന്ന ആളുകൾ മുഴുവനും ഈ ദുർഗന്ധം ശ്വസിക്കുകയാണ്. ഈ തിരുമുൽപ്പാട് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ എത്രയോ വീടുകളുണ്ട്, അവരും ശ്വസിക്കുകയാണ് ഈ ഗന്ധം. എത്ര രൂക്ഷമായ സംഗതി, എത്ര ദുർഗന്ധം വമിക്കുന്ന സംഭവങ്ങളാണ് അവിടെ കിടക്കുന്നത്. ഇത് ശരിയല്ല. ഇതിൽ വാർഡ് കൗൺസിലർ അടക്കമുള്ള അല്ലെങ്കിൽ മറ്റു ജനപ്രതിനിധികൾ, തദ്ദേശഭരണ സംവിധാനമായിട്ട് ചാലക്കുടി നഗരസഭ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ സത്വരമായി ഇടപെടണം. ഇവർ മാലിന്യം അനസ്യൂതമായി ഒഴുക്കുന്നു. ഇവരോട് ആദ്യം കാനയുടെ ഉള്ളിൽ ഒഴുകുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ലിനെ പറ്റി പരാതിപ്പെട്ടപ്പോൾ അടികൂടെ ഒഴുക്ക് നിർത്തി മോളിക്കൂടെ ഒഴുക്ക് തുടങ്ങി.
എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ഇത് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. സൗത്തിലുള്ള ഏതോ ഒരു ഹോട്ടലിൽ നിന്ന് അവരുടെ മലിനീകരണം റോഡിലേക്ക് ഒഴുക്കുന്നുണ്ട്. ഇത് ഇത്ര നാൾ ഇവര് കാനയിലാണ് ഒഴുക്കിയത്. അപ്പൊ അവരത് കാനയിലേക്ക് ഒഴുക്കി നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തത് ഒക്കെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം ഇപ്പോൾ കാനയിലേക്ക് വെള്ളം പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വീണ്ടും ഇപ്പൊ ഇന്ന് റോഡിലേക്കാണ് അവർ ഒഴുക്കിയേക്കണേ. ഹൈവേയിലേക്ക്, സർവീസ് റോഡിലേക്ക് ഒഴുക്കി ഇവിടെ വന്ന് കെട്ടിക്കിടക്കണ ഭയങ്കര രൂക്ഷമായ മണവും പ്രശ്നങ്ങളും ഉണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഈ കടയിലൊന്നും ഇരിക്കാൻ പറ്റില്ല. ഇതിപ്പോ നമ്മൾ ആരോടെ പരാതിപ്പെടേണ്ടതെന്ന് ഇപ്പൊ മുനിസിപ്പാലിറ്റിയിൽ കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ വെള്ളം നിന്നത്. പിന്നെ ഇപ്പൊ രണ്ടാമത് ചെയ്തേക്കാണ്. എന്തെങ്കിലും ഒരു സത്വര നടപടികൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണത്. നമ്മള് മുൻപ് ഇതൊരു ഷോപ്പിൽ നിന്ന് വന്നതാണ്. കാരണം ഇന്നലെ ഇന്ന് കാലത്ത് വന്നപ്പോഴാണ് നമ്മളിത് കാണുന്നത്. നിറച്ച് വെള്ളമാണ് ഇവിടെ. ഈ കാന മുഴുവൻ ഇവിടെ ചെറിയ കുഴിയുണ്ട്. അപ്പൊ നമ്മൾ മഴയാണെന്ന് വെച്ച ശേഷം ഇന്നലെ ഇവിടെ ചോദിച്ചാൽ മഴയൊന്നും ഇന്നലെ ഇവിടെ മഴ പെയ്തിട്ടില്ല. അപ്പൊ ഈ ഭാഗത്ത് മാത്രമാണ് വെള്ളം. ആദ്യം ഈ വെള്ളം ഒരു ഹോട്ടലിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആദ്യം ഇതൊരു കാനേക്കോടെയാണ് ഒഴിക്കുന്നത്. ഇപ്പൊ ഈ വെള്ളം ഇവര് പുറത്തേക്കോടെയാണ് ഒഴിക്കുന്നത്. ഭയങ്കര രൂക്ഷമായ ഗന്ധാണ്. അപ്പൊ നമുക്ക് ഷോപ്പിൽ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയോടെയാണ്. അതുപോലെ ഇപ്പൊ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പൊ എല്ലാവരും നമ്മളെ ഷോപ്പിലെ സ്മെല്ലാണോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും ഇതിന് നല്ലൊരു നടപടി എടുക്കണം.